ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ സെക്ഷൻ സിയിലേക്കാണ് പോകുന്നത് അല്ലേ. ഫസ്റ്റ് വൺ, ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ് ഓഫ് സ്കോർസ് 3 ഈച്ച് അല്ലേ. ഓരോന്നിനും എന്താണ് 4 ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ 4നും 3 മാർക്സ് വീതമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. ദ റൺസ് ഓഫ് എ ബാറ്റ്സ്മാൻ ഗോട്ട് ഇൻ 30 2020 ക്രിക്കറ്റ് മാച്ചസ് ആർ ഗിവൺ ബിലോ. 30 2020 ക്രിക്കറ്റ് മാച്ചസിൻ്റെ ഒരു റൺസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ബാറ്റ്സ്മാൻ കിട്ടിയിട്ടുള്ള റൺസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ ഫ്രീക്വൻസി ടേബിൾ നമ്മളോട് വെറുതെ ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്കോർ, ടാലി, നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്തുണ്ട്? നമുക്കൊരു മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ കോളം വരയ്ക്കണം, നിർബന്ധമായും വരയ്ക്കണം കേട്ടോ. ഓക്കെ, പലരും അത് വിട്ടു പോകുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ 0 to 30 എന്ന് പറഞ്ഞാൽ 0 മുതൽ 30 വരെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പർ വന്നിട്ടുള്ളത് എത്ര തവണയാണ് നമ്മൾ കൗണ്ട് ചെയ്യാം. അതായത് 1 0 ഉണ്ട്, പിന്നെ 30 വരെയാണ് കേട്ടോ. 8 28 27, പിന്നെ ഏതൊക്കെ വരുന്നത്? 25 വരുന്നുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് എത്ര എണ്ണം വരുന്നുണ്ട് നോക്കാം. കണ്ടോ, ഇപ്പം ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള അത്രയും 0 to 30 ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അങ്ങനെ നമുക്കിത് 10 എണ്ണമാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 10 എന്ന നമ്പർ എഴുതിയിട്ട് ടാലി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 4 എണ്ണം വരച്ചു, 5 ആയി. അടുത്തത് എന്താണ്? 4 എണ്ണം ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഒന്ന് എന്ത് ചെയ്യണം? ഒന്നൊരു ക്രോസ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് 10 വരുന്നത്. ഇനി 30 to 60 എത്ര എണ്ണമാണ് വരുന്നത് നോക്കാം കേട്ടോ. 30 to 60. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പേഴ്സൊക്കെ തന്നെ 30 to 60 ഉൾപ്പെടുന്ന നമ്പേഴ്സാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് 30 to 60 അല്ലെങ്കിൽ 60 to 90 ഇങ്ങനെ തരുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻ്റർവെൽസ് ആയിട്ട് തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം? അപ്പോൾ ഇവിടെ ഞാൻ 30 to 60 എന്ന നമ്പർ എഴുതിയില്ലേ. 30 to 60. ചില സ്ഥലങ്ങളിൽ എന്ത് കാണാൻ പറ്റും? നമുക്ക് 60യും കൂടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ആ 60 ഇവിടെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ 60 എന്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്? താഴെയുള്ള 60 to 70 അല്ലെങ്കിൽ 60 to 90 വരുന്നുണ്ടല്ലോ, അതിലാണ് 60 ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. ഫസ്റ്റിലെ ഇൻ്റർവെല്ലിൽ ലാസ്റ്റ് വരുന്ന സംഖ്യ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 60 എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 60 ഇവിടെ അല്ല ഉൾപ്പെടുത്തേണ്ടത്, ഫസ്റ്റിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതേപോലെ 90, ഇവിടെ നിങ്ങൾ 90 എന്ന നമ്പർ ഉൾപ്പെടുത്തരുത്. 90 to 100 അല്ലെങ്കിൽ 120 എന്ന് പറയുന്ന ഈ ഭാഗത്താണ് നമ്മളത് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. സോ നമുക്കിവിടെ 30 to 60 വരുന്നത് 15 നമ്പേഴ്സാണ്. നമ്മൾ എന്ത് എഴുതുന്നു? നമ്പറിൻ്റെ കൂടെ നമ്മൾ 15 എന്ന് എഴുതും. ഇനി ടാലി കൊടുക്കുമ്പോൾ 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 15 ആണ് ഇങ്ങനെ കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് 60 to 90 ആണ് അല്ലേ. സോ 60 to 90 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അധികം നമ്പേഴ്സ് ഒന്നും കാണാനില്ല അല്ലേ. അല്ലാതെ തന്നെ നമ്മൾ ഈ നമ്പേഴ്സൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് 60 to 90 എന്ന് പറയുമ്പോൾ അവിടെ ഒരു 70 വരുന്നുണ്ട്. 60 to 90 വരുമ്പോൾ യെസ്, 70യും 81ഉമാണ് വരുന്നത്. അപ്പോൾ 2 എണ്ണമാണ് വരുന്നത്. നമ്മൾ ടാലി കൊടുക്കേണ്ടത് എങ്ങനെയാണ്? 2 ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഇനി 90 to 120 ആണെങ്കിലോ, 90 to 120 എന്ന് പറയുന്ന സമയത്ത് 90യുടെയും 120യുടെയും ഇടയിൽ വരുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 103 ആണ് വരുന്നത് അല്ലേ. സോ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, നമ്മൾ ടാലി കൊടുക്കുമ്പോൾ ഒന്ന് മാത്രമേ എടുത്തു. ഇനി 120 to 150 എന്ന് പറയുമ്പോൾ 128 എന്ന സംഖ്യ മാത്രമേ വരുന്നുള്ളൂ. സോ നമ്മൾ ഇവിടെയും 1 ഇട്ട് കൊടുത്താൽ മതി. ഇനി 150 to 180 ആണെങ്കിലോ 160 എന്ന നമ്പർ ഇതാണ്, അത് മാത്രമേ വരുന്നുള്ളൂ അല്ലേ, വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഇനി ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എന്ന് കൊടുക്കാം. ഈ ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ പൊതുവേ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ കാണിക്കാറുണ്ട്. അതായത് ഇവിടെ എന്താണ്? 30 20 20 ആണ്. ഇതെല്ലാം കൂടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടേണ്ടത്? യെസ്, 30 ആണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ എപ്പോഴും 30 തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ. എപ്പോഴും മീൻസ് ഇങ്ങനെ നമുക്കിവിടെ തന്നിട്ടുള്ള ആ ഒരു എത്ര നമ്മൾ കൗണ്ട് ചെയ്താലും ഇതെല്ലാം കൂടെ കൗണ്ട് ചെയ്യുന്ന സമയത്ത്, എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? യെസ്, 30 എന്ന് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹൗ മെനി ഗെയിംസ് ഡിഡ് ഹി സ്കോർ മോർ ദാൻ 90? മോർ ദാൻ 90 എന്ന് പറയുമ്പോൾ 90യേക്കാളും കൂടുതൽ നമുക്ക് കിട്ടണം. അപ്പോൾ 90യേക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 90 to 120 നോക്കുമ്പോൾ നമുക്ക് 1 ഉണ്ട് അല്ലേ. ഇനി അതെന്താണ്? 90നേക്കാളും കൂടുതലുള്ള ഒരു സംഖ്യയാണ്. 90 ഉണ്ട്. പിന്നെ 120 150 ഇതും 90നേക്കാളും കൂടുതലാണ്, ഇതും 90നേക്കാളും കൂടുതലാണ്. അതായത് ഈ 3 ക്ലാസ്സിലും ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കുക, അത് കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ 1 + 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഇത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ 3 മാർക്സ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്തത് ഇൻ ദ ഫിഗർ ABCD ഈസ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം if AD is equal 34 cm, CD is equal 10 cm,
എ ഡി ഈസ് ഈക്വൽ 15 സെൻറ്റിമീറ്റർ. എ ഡി അല്ല കേട്ടോ, ഇവിടെ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. എ ഡി അല്ല, എ ബി ആണ് കേട്ടോ. യഥാർത്ഥത്തിൽ എ ബി 34 ആണെന്നാണ് പറയുന്നത്. എ ഡി പിന്നെ 15 ആണെന്ന് വീണ്ടും നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് മാത്രമാണ് കേട്ടോ. സോ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാരലൽ സൈഡ്സ് എന്നാണ് ഫസ്റ്റ് നമ്മളോട് പറയുന്നത്. അപ്പോൾ പാരലൽ സൈഡ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയണം. പാരലൽ സൈഡ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ പാരലൽ സൈഡ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരണം ആണല്ലോ. ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഇനി അപ്പോൾ അതാണ് കണ്ടുപിടിക്കാനുള്ളത്, മനസ്സിലായി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് പാരലൽ സൈഡ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ ഐസോസിലസ് ട്രപ്പീസിയം ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐസോസിലസ് ട്രപ്പീസിയം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു റെക്റ്റാങ്കിളും അതേപോലെ തന്നെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസുമായിട്ടാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാറുള്ളത്. ഇനി ഇവിടെ ഈ റൈറ്റ് ട്രയാങ്കിൾ ആണല്ലേ, ഇത് എന്താണ് 90 ഡിഗ്രി ആയിരിക്കും. യെസ്, അതാണ് ഒരു പാരലൽ സൈഡ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിരിക്കണം, അത് 90 ഡിഗ്രി തന്നെയാണ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യണം ആണല്ലോ. അപ്പോൾ ഇനി ആ ട്രയാങ്കിൾസിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോ മെഷർമെൻറ്റ്സും എന്തൊക്കെയാണ് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം പോവേണ്ടത് ഈ ഒരു റെക്റ്റാങ്കിളിലേക്കാണ്. ഇവിടെ കാണുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ, ഈ റെക്റ്റാങ്കിളിൻ്റെ മുകളിൽ 10 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെയും എന്ത് കിട്ടും? നമുക്ക് 10 സെൻറ്റിമീറ്റർ തന്നെ കിട്ടും. ഇനി ഇത് ടോട്ടലി, അതായത് ഈ എ ബി എന്ന് പറയുന്ന ഇത്രയും ഭാഗം എന്തുണ്ട്? 34 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ 34ൽ നിന്നും 10 പോയാൽ എത്രയാണ്? 34 മൈനസ് 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 34 മൈനസ് 10 ഈസ് ഈക്വൽ 24 ആണ് അല്ലേ. ഇനി നമ്മൾ ഐസോസിലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗവും ഈക്വൽ ആണ്. അത് മാത്രമല്ല ഈ ഭാഗവും ഈക്വൽ ആണ്, പിന്നെ ഇത് രണ്ടും ഈക്വൽ ആണ്. അതായത് ഈ ഒരു ഐസോസിലസ് ട്രപ്പീസിയത്തിന് രണ്ട് സൈഡിലുള്ള റൈറ്റ് ട്രയാങ്കിൾസും എന്താണ്? രണ്ടും ഈക്വൽ ആണ്. അതിൻ്റെ മറ്റ് 3 സൈഡ്സും ഈക്വൽ ആണ്. ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ എ ബി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ ഞാനിതിന് ഇ എന്ന് കൊടുക്കുകയാണെങ്കിൽ എ ഇ എന്ന ഭാഗവും അതേപോലെ എഫ് ബി എന്ന ഭാഗം, ഇതിന് ഞാൻ 2 പേര് വെറുതെ കൊടുത്തതാണ്, ഇ എഫ് എന്ന്. അപ്പോൾ എ ഇ എന്ന ഭാഗവും ബി എഫ് അല്ലെങ്കിൽ എഫ് ബി എന്ന ഭാഗവും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 15 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെയും 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഭാഗം ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇത്രയും ഭാഗവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 24 കിട്ടണം. കാരണം എ ബി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 34 ആണ്. അതിൽ നിന്ന് നമ്മൾ 10 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്തത് കൊണ്ട് നമുക്ക് അവിടെ 24 കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 24നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് വീതിച്ച് കൊടുത്താൽ മതി നമുക്ക് ഈ ഒരു ഭാഗം കിട്ടാൻ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ഇ എന്ന ഭാഗം കിട്ടാൻ, അതായത് 24/2 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 12 ആണ് കിട്ടുന്നത്. സോ എ ഇ ഈസ് ഈക്വൽ 12 സെൻറ്റിമീറ്റർ, എ ഡി ഈസ് ഈക്വൽ 15 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ഇ കണ്ടുപിടിച്ചൂടെ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ മക്കളെ. ഓക്കെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എ ഇ എന്ന് പേര് കൊടുത്തു. എ ഇ 12 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി. ഇനി ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് യൂസിങ് പൈതഗോറസ് തിയറം. നിങ്ങൾ അത്ര എഴുതണം കേട്ടോ. അങ്ങനെയൊക്കെ എഴുതിയിട്ട് യൂസിങ് പൈതഗോറസ് തിയറം. എന്താണ് പൈതഗോറസ് തിയറത്തിൽ പറയുന്നത്? ഈ എ ഡി എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള ഹൈപ്പോട്ടന്യൂസ്. സോ യൂസിങ് പൈതഗോറസ് തിയറം എന്ന് കൊടുത്തിട്ട് എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ എ ഇ സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ ആയിരിക്കും അല്ലേ. അങ്ങനെയാണ് വരാറുള്ളത്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഡി ഇ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഡി ഇ നമ്മൾ ഇവിടെ നിർത്തുന്ന സമയത്ത് എ ഡി സ്ക്വയർ മൈനസ് എ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ഡി ഇ സ്ക്വയർ, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ എ ഡി സ്ക്വയർ എന്താണ്? 15 ആണ്. സോ 15 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓക്കെ, 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 15ൻ്റെ സ്ക്വയറൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ ആ സമയത്ത് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചാലും മതി. 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആയിട്ട് എഴുതുന്നത് 225 മൈനസ് 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 81 എന്ന് കിട്ടും. എന്താണ് ഈ 81 വരുന്നത്? ഡി ഇയുടെ സ്ക്വയർ ആണ് 81. ഡി ഇ സ്ക്വയർ ഈസ് ഈക്വൽ 81. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡി ഇ എത്രയായിരിക്കും? √81 ആയിരിക്കും. അതായത് √81 എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടും. സോ നമുക്ക് ഈ ഡി ഇ കിട്ടുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പൈതഗോറസ് തിയറം ആണ് യൂസ് ആക്കേണ്ടത്. സോ നമുക്ക് ഇവിടെയുള്ള എ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാരലൽ സൈഡ്സ്. പാരലൽ സൈഡ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്? കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. ഇതൊരു ട്രപ്പീസിയം ആണ് അല്ലേ. ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിലും ഏത് ട്രപ്പീസിയം ആണെങ്കിലും അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഏരിയ എ ഈസ് ഈക്വൽ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച്, അല്ലെങ്കിൽ 1/2 ഇൻറ്റു എ പ്ലസ് ബി എച്ച്, അല്ലെങ്കിൽ h/2 ഇൻറ്റു എ പ്ലസ് ബി, എന്തും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 10 ആണ് അല്ലേ. 10ഉം 34ഉം ആണ്. 10ഉം 34 എന്ന് പറയുമ്പോൾ 44/2
2 ഇൻറ്റു എച്ച് എന്തായിരുന്നു 9 ആയിരുന്നു. സോ 44/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 22 ആണ് അല്ലേ. സോ 22 ഇൻറ്റു 9, ഈ 22 ഇൻറ്റു 9 ചെയ്യുന്ന സമയത്ത് നമുക്ക് 198 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. കാൽക്കുലേറ്റ് ഏരിയ എന്ന് പറയുന്നിടത്ത് 198 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി 11th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ദ ഫ്രാക്ഷൻസ് ഗിവൻ ബിലോ. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിന് ഡെസിമൽ ഫോംസിൽ എഴുതണം അല്ലേ. ആദ്യം 7/20 ആണ്, സോറി 7/16 ആണ് അല്ലേ, 7/16. അപ്പോൾ നമുക്കറിയാം 2 ആണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1/2 ഇസ് ഈക്വൽ, ഈ 2വിനെ നമ്മൾ എന്ത് ചെയ്യും, വേഗം നമുക്ക് ഡിനോമിനേറ്റർ 10 ആക്കി മാറ്റാൻ പറ്റും. 2 ഇൻറ്റു 5 ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഡിനോമിനേറ്ററിനെ 10ൻ്റെ പവർ ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് ചെയ്യാനും പറ്റാറുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ഈ ഒരു 16 ഒക്കെ വരുന്ന സമയത്താണ് കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആവുന്നത് പലർക്കും അല്ലേ. ആണെന്നാട്ടോ എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ 7/16 ആണല്ലോ, ഈ 16 എന്ന് പറയുന്ന നമ്പർ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. അതായത് ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2⁴ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താണ് കേട്ടോ. 2⁴ എന്ന് പറഞ്ഞാൽ 2 ആണ്, 2⁴ എന്ന് പറഞ്ഞാൽ 4 ആണ്, 2⁴ എന്ന് പറഞ്ഞാൽ 8 ആണ്, 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്, 2⁵ എന്ന് പറഞ്ഞാൽ 32 ആണ്. ഓക്കെ, 2�6 എന്ന് പറഞ്ഞാൽ 64 ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയും നമ്പേഴ്സ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. 2, 4, 8, 16, 32, 64. ഓക്കെ, അപ്പോൾ ഇതെന്താ വെച്ചാൽ 2⁴ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 5 കൊണ്ട് ചെയ്താൽ മതിയായിരുന്നു. ഇനി 2⁴ ആണ്, 2⁴ ആണ് അഥവാ 4 ആണ് ഡിനോമിനേറ്ററിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 5⁵2 കൊണ്ട് ചെയ്യാം. 2⁵3 ആണെങ്കിൽ 5⁵3 കൊണ്ട് ചെയ്യാം. 2⁴ ആണെങ്കിൽ 5⁴ കൊണ്ട് ചെയ്യാം. നമ്മൾ 2⁴ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5⁴ കൊണ്ടാണ് അതിന് ചെയ്തിട്ടുള്ളത്. അതായത് 5⁴ എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ 2⁻16 എന്ന് പറഞ്ഞാൽ എന്താണ്, 16 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കിട്ടി, 2⁴ ആണെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഓക്കെ, അപ്പോൾ അതേപോലെ 7/16 ഈക്വൽ ടു 7/2⁴ ആണ്. ഓക്കെ, ഈ 2⁻1 ആയപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ 10 ആക്കാൻ വേണ്ടിയിട്ട് 5 കൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, 7/2⁴ ഇൻറ്റു 5⁴. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 5⁴ കൂടെ ഇവിടെ ന്യൂമറേറ്ററിലും കൂടെ കൊടുക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ 2⁴ ഇൻറ്റു 5⁴. അപ്പോൾ 2ൻ്റെ ആണെങ്കിലും 5ൻ്റെ ആണെങ്കിലും പവർ എത്രയാണോ അത്രയും സീറോസ് ആയിരിക്കും കേട്ടോ ഡിനോമിനേറ്ററിൽ വരുന്നത്. കാരണം 2 ഇൻറ്റു 5 10 ആണ്. അപ്പോൾ 2⁴ ഇൻറ്റു 5⁴ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, 4 zeros വരും. ഓക്കെ, 10,000 വരും. ഇനി 7 ഇൻറ്റു 5⁴. 5⁴ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. 5⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 തന്നെയാണ്. 5⁻2 എന്ന് പറഞ്ഞാൽ 25 ആണ്. 5⁻3 എന്ന് പറഞ്ഞാൽ 125 ആണ്. ഇനി 5⁻4 എന്ന് പറഞ്ഞാൽ 625 ആണ് കേട്ടോ. ഓക്കെ, ഇനി 5⁻5 എന്ന് പറഞ്ഞാൽ 5⁻5 എന്ന് പറഞ്ഞാൽ 3125 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 5⁻4 എന്ന് പറഞ്ഞാൽ നമുക്ക് 625 ആണ്. ഇനി 625നെ നമുക്ക് 7 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 4375 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 4375നെ ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്താൽ മതി, എളുപ്പമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. യെസ്, അപ്പോൾ 4375 എന്ന് നമ്മൾ ഇതേപോലെ എഴുതുന്നു. ഇനി ഇവിടെ എത്ര സീറോസ് ഉണ്ട്, 1 2 3 4 4 സീറോസ് ആണ്. പോയിന്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, 0.4375 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ പ്ലസ് 1/2⁴ എന്നാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം 1/2 2 ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ നമ്മൾ 10 ആക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഡെസിമൽ ഫോം കാണാനാണ് കേട്ടോ. 1/2 ഇൻറ്റു 5 എന്ന് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്യും. സോ 5/10 എന്ന് കിട്ടും. 5/10 ഈസ് ഈക്വൽ 0.5 ആണ്.
ഓക്കെ, ഇനി അടുത്ത് എന്താണ് 1/2 ആണ്. സോ 1/2 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അതേപോലെ ന്യൂമറേറ്ററിൽ നമ്മൾ 5 കൊടുക്കുന്നു. 5 എന്ന് പറഞ്ഞാൽ 25 ആണ് ബൈ എന്ത് കൊടുക്കും? യെസ്, ഇവിടെ 2 പവർ വരുന്നത്, അപ്പം 2 zeros ആയിരിക്കും. നമ്മൾ ആദ്യം 25 എന്ന് എഴുതും, 2 zeros ആണ്. സോ 0.25 എന്ന ആൻസർ വരും. ഓക്കെ, ഇനി അടുത്ത എന്താണ് 1/2 ആണ്. സിമ്പിളായിട്ട് എഴുതാട്ടോ. നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു 5 എന്ന് ചെയ്യും. ഇവിടെയും നമ്മൾ 5 ചെയ്യും. 5 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 125 ആണ്. 125/1 പിന്നെ 3 zeros. സോ 0.125 എന്ന് കിട്ടും. ഇനി അടുത്തത് 1/2 ആണ് അല്ലേ. 1/2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു 1/2 ആണെങ്കിൽ ഇൻറ്റു 5 കൂടെ ചെയ്യുന്നു. ഇവിടെയും നമ്മൾ അതേപോലെ ചെയ്ത് കൊടുക്കും കേട്ടോ. 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 625 ആയിരുന്നു. 625/1 പിന്നെ എന്ത് ചെയ്യുന്നു ഒരു 4 0 കൂടെ നമ്മൾ കൊടുക്കും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ 625 മാത്രമേ ഉള്ളൂ. സോ നമുക്കൊരു 0യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 0625 എന്ന് വരും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഓരോന്നും ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ അതിനെ എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ കേട്ടോ. സോ ആദ്യം നമുക്ക് കിട്ടിയുള്ളത് 0.5 ആണ്. 0.5 പ്ലസ് ഇനി നമുക്കിവിടെ ഈ ഒരു ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഓരോ സംഖ്യകളുടെയും പോയിന്റുകൾ ഒരേ ലെവലിൽ വരണം. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഞാൻ 0.5 എന്ന് എഴുതി, പിന്നെ കിട്ടിയത് നമുക്ക് 0.25 ആയിരുന്നല്ലോ. സോ ഞാനിവിടെ 0.25 എന്ന് എഴുതി. ഇനി 0.125 ആണ് അല്ലേ. 0.125 എന്ന് എഴുതും. പിന്നെ അടുത്തത് 0.0625 ആണ്. ഓക്കെ, ഇനി 5, ഇനി ഇത് ആഡ് ചെയ്യാം കേട്ടോ. എല്ലാ പോയിന്റ്സും കണ്ടോ നിങ്ങൾ, ഓരോ പോയിന്റുകളൊക്കെ ഒരേ ലെവലിൽ വരുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ മറ്റുള്ള നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിന്റ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മുടെ സ്ഥാനങ്ങളൊക്കെ വരുന്നത്. 5 പിന്നെ 7 പിന്നെ എത്രയാണ് വരുന്നത്? യെസ്, 13 വരും അല്ലേ. സോ 13 3 എഴുതുന്നു. പിന്നെ ബാക്കി വരുന്നത് 8 ആണ്. 8 + 1 9 ആണ്. യെസ്, പോയിന്റ് താഴെ അതേപോലെ തന്നെ പോയിന്റ് എഴുതും 0.9375 ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ 2-digit number divided by another 2-digit number gives 0.175. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഇങ്ങനെ നമുക്ക് ഏതൊരു നമ്പർ തന്നാലും ആ നമ്പറിനെ നമ്മൾ എന്ത് എഴുതുന്നു? എടുത്തെഴുതാം. 175 ആയിരുന്നു അല്ലേ. യെസ്, 175. ഈ 175നെ നമ്മൾക്ക് അറിയാം എങ്ങനെ എഴുതാമെന്ന്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ എഴുതേണ്ടത്? അതായത് 175 എന്ന് ന്യൂമറേറ്ററിൽ എഴുതുന്നു. ഡിനോമിനേറ്ററിൽ ഈ പോയിന്റിന് ശേഷം എത്ര സംഖ്യകളാണോ വരുന്നത് അത്രയും സീറോസ് ഇട്ട് കൊടുക്കുന്നു. 1 2 3. അപ്പോൾ 175/1000 എന്ന് വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. 175/1000 എന്ന് വരും. ഇനി ഈ 175നെയും 1000നെയും നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. സോ 175നെ ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതിനെ ഞാൻ വേറെ ആയിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 175നെ നമ്മളൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാണ്. 175 ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 1ൽ നമ്മൾ നോക്കാം. 5 ഉണ്ടോ നോക്കാം കേട്ടോ. 5 ഇവിടെ 5 എൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു 5 നോക്കാം കേട്ടോ ആദ്യം. അപ്പോൾ 1ൽ പോലെ 17 നോക്കാം. അപ്പോൾ 5 നോക്കുന്ന സമയത്ത് നമുക്കറിയാം 3 5s are 15 ആണ് അല്ലേ. ഈ 15 ആവുന്ന സമയത്ത് 15ൽ നിന്നും 17ലേക്ക് എത്താൻ ഇനി എത്രയുണ്ട്? അതായത് 17ൽ നിന്നും നമ്മൾ ഈ 15 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈ 2ഉം കൂടെ ചേർത്തിട്ട് ബാക്കിയുള്ള നമ്പർ എടുത്ത് 25 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ 25ൽ എത്ര 5 ഉണ്ട്? യെസ്, 5 ആണ്. 5 5s are 25 ആണ്. അപ്പോൾ നമുക്ക് 35 എന്ന് കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് 5 കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. 3ൽ പോകില്ല. അപ്പോൾ 35ൽ പോകുമ്പോൾ 7 ആണ് വരുന്നത്. അപ്പോൾ 175നെ നമുക്ക് എന്ത് ചെയ്യാം? 5 സ്ക്വയർ ഇൻറ്റു 7 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1000നെയും ചെയ്ത് നോക്കാം. 1000ന് ചെയ്യുന്ന സമയത്ത് 5 കൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. 5 കാരണം നമ്മൾ ആദ്യം 5 കൊണ്ട് ചെയ്തു. ഇനി നമുക്ക് പെട്ടെന്ന് വെട്ടിപ്പോകുന്ന നമ്പേഴ്സ് ഉണ്ടോ, ക്യാൻസൽ ചെയ്ത് കളയുന്ന നമ്പേഴ്സ് ഉണ്ടോ, സിംപ്ലിഫൈ ചെയ്യാനാട്ടോ നമ്മളിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടോ നോക്കണം. അപ്പോൾ ഇനി 5 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും അല്ലേ. 2 5s are 10 ആണ്. പിന്നെ വേറെ ബാലൻസ് ആയിട്ടൊന്നുമില്ല, 2 zeros ആണുള്ളത്. ആ zeros നമ്മൾ അതേപോലെ എഴുതും. വീണ്ടും 5 കൊണ്ട് ചെയ്യുന്നു. 4 5s are 20 ആണ്. 40 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് തന്നെ ചെയ്ത് നോക്കാം. വേണമെന്നില്ല കേട്ടോ. 8 5s are 40 ആണ് അല്ലേ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് ഈ മുകളിലുള്ള ന്യൂമറേറ്ററിലുള്ള സംഖ്യനെ പോലെ എഴുതാനാട്ടോ താഴെ നമുക്ക് എന്ത് കൊടുക്കാം? 5⁻3 എന്ന് കൊടുക്കുന്നതിന് പകരം 5⁻2 മുകളിലുള്ളത് കൊണ്ട് 5⁻2 എന്ന് തന്നെ കൊടുത്തിട്ട് ബാക്കി എന്ത് കൊടുക്കാം? ഇൻറ്റു 40 എന്ന് കൊടുക്കാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ആ ഒരു 5⁻2 താഴെയുള്ള 5⁻2 കൂടെ കട്ട് ചെയ്ത് പോകാനാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ലാസ്റ്റ്. പക്ഷെ എന്നാലും നമുക്ക് 40 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 × 8 എന്നും കൊടുക്കാം.
ഓക്കെ, ഇനി നമ്മൾക്കറിയാം ഈ 5^2ഉം 5^2ഉം കൂടെ കട്ട് ചെയ്ത് പോകും അല്ലേ. ഇനി 7/40 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ 7/40 എന്ന ആൻസർ എന്തല്ല, ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ല. ഓക്കെ, എ 2 ഡിജിറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2 ഡിജിറ്റ് നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ 7 എന്തല്ല, ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ല. 40 ആണെങ്കിൽ ഓക്കെയാണ്. ഇനി നമ്മൾ ഇതിന് 2 ഡിജിറ്റ് നമ്പർ ആക്കുന്നതിനുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്, അതായത് ഇൻറ്റു 2 ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏതൊരു സംഖ്യ നമുക്ക് ഇങ്ങനെ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടും. സോ 14 ആണ്, 7 × 2 14/80 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ, 14/80 എന്ന് പറയുന്നത്. അതായത് ഒരു 2 ഡിജിറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2 ഡിജിറ്റ് നമ്പർ തന്നെ നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഇതേ രീതിയിലാണ് നിങ്ങൾ മറ്റെല്ലാ നമ്പർ വരുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇതിൽ ഓർ ക്വസ്റ്റ്യൻ ഇത് മാത്രമല്ല വരും, ഇതിന് കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ. അത് മാത്രം ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ 0.1111 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക, അതുപോലെ 222 അങ്ങനെ പോകുന്ന സംഖ്യകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് 1/9 എന്ന് പറഞ്ഞാൽ 0.11 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. 2/9 എന്ന് പറഞ്ഞാൽ 0.22 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. 3/9 എന്ന് പറഞ്ഞാൽ 0.333 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇങ്ങനെ പോകുന്ന സംഖ്യകളാണ്. അതേപോലെ 4/9 ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. 4444 അങ്ങനെ പോകുന്നതാണ്. അതേപോലെ 8 വരെ നമുക്കിങ്ങനെ പോകും. ഓക്കെ, അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിൽ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, √4444 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സംഖ്യയാണ്. സോ 0.4444 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സംഖ്യയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, 4/9 എന്ന് പറയാൻ പറ്റും. ഇനി അതൊരു റൂട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് റൂട്ടിനുള്ളിലും കൂടെ എഴുതാം. ഇനി √4/9 എന്ന് പറയുമ്പോൾ √4 എന്ന് പറയുമ്പോൾ 2 ആണ്, √9 എന്ന് പറയുമ്പോൾ 3 ആണ്. സോ 2/3 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2/3 ആണ് ആൻസർ വരുന്നത്. ഇനി 12th വൺ എന്താണെന്ന് വെച്ചാൽ, ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏത് റേഷ്യോയിലാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സൈഡ്സ് നമുക്ക് 2:3:4 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ നമ്മൾ റേഷ്യോനെ ആദ്യം നമ്മളിവിടെ എടുത്തെഴുതുന്നുണ്ട്. 2:3:4 ആണ്. ഇതാണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും അല്ലേ. ഏതൊക്കെയാണ് സൈഡ്സ് വരുന്നത്, 2x 3x അതേപോലെ തന്നെ 4x. ഇത് 4 ആയിരിക്കും ഇതിൽ സൈഡ്സ് വരുന്നത്. ഇനി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോങ്ങസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് സൈഡ് ഇസ് 18 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 4x മൈനസ് രണ്ടും, അത് വലിയ സൈഡും ചെറിയ സൈഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 4x മൈനസ് 2x ആണ്. അത് നമുക്ക് തന്നിട്ടുള്ളത് 18 ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇനി. ഓക്കെ, വാട്ട് ഇസ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ലോങ്ങസ്റ്റ് സൈഡ്, ലോങ്ങസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് എന്താണെന്ന് അറിയണം. പിന്നെ അടുത്തത് ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ, ഈ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ലോങ്ങസ്റ്റ് സൈഡിൻ്റെയും സ്മോളസ്റ്റ് സൈഡിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 18 ആണെന്ന് പറഞ്ഞു. ഇനി 4x മൈനസ് 2x എന്താണ്, നമുക്കറിയാം 2x തന്നെയാണ് അല്ലേ. 2x = 18 എന്ന് കിട്ടും. സോ നമുക്ക് ഇതിൽ നിന്നും 8 കണ്ടുപിടിക്കാൻ പറ്റും, x കണ്ടുപിടിക്കാൻ പറ്റും. x എന്ന് പറഞ്ഞാൽ 18/2 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള x 9 ആണെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് ഏതായിരുന്നു, ലോങ്ങസ്റ്റ് സൈഡിൻ്റെ റേഷ്യോ 4x ആണ്. 4 ആണ്. സോ 4x ആയിരുന്നു. 4 × 9 എന്ന് പറഞ്ഞാൽ 36 സെൻറ്റിമീറ്റർ ആണ് എന്ത് വരുന്നത്, ലോങ്ങസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് വരുന്നത്. ഇനി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ, പെരിമീറ്റർ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഓരോ സൈഡും കണ്ടുപിടിക്കണം കേട്ടോ. പെരിമീറ്റർ എന്ന് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സൈഡും കണ്ടുപിടിക്കണം. അപ്പോൾ ലോങ്ങസ്റ്റ് സൈഡ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ 3x എന്ന സൈഡ് എന്തായിരിക്കും, 3x സൈഡ്സ് ആണ് കേട്ടോ പറയുന്നത്. സൈഡ്സ് ഈക്വൽ 36 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ 3x എന്ന് പറയുമ്പോൾ 3 × 9 ആണ്. ഓക്കെ, 3 × 9 എന്ന് പറയുമ്പോൾ 27 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, 27 സെൻറ്റിമീറ്റർ. ഇനി ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 2x ആണ്. 2x = 2 × 9 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് വരും. ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി. 18 + 27 + 36 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 81 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഓർ ക്വസ്റ്റ്യൻ ആണോ. രണ്ടും കൂടെ ഒരു ഓർ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ആൻസർ എഴുതരുത് കേട്ടോ. അത് നമ്മൾ ഒന്ന് വിലയിരുത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം മറ്റേത് എഴുതിയത് ശരിയാവാഞ്ഞിട്ടാണോ
അപ്പോൾ നമ്മൾ ചില കുട്ടികൾ വിചാരിക്കും എന്ത് രണ്ടിനും കൂടെയുള്ള മാർക്ക് എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതായിരിക്കില്ല സംഭവിക്കുന്നത്. അത് നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിപരീതമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കട്ടെ. അപ്പോൾ അതങ്ങനെ ചെയ്യാതെ ശ്രദ്ധിക്കുക എല്ലാവരും. ഇതിൽ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മുകളിലുള്ള ആ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് in the figure BC equal to 2 cm, CD equal to 3 cm, DE equal to 5 cm. The area of triangle ABE, വലിയ ട്രയാങ്കിൾ ആട്ടോ. ABE എന്ന് പറയുന്നത് എന്താണ്, 160 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗർ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്, റേഷ്യോ എന്ന ചാപ്റ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിത് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ട് അതിന് നമ്മൾ എത്ര പാർട്സ് ആക്കിയാലും അതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും, ഈ സെയിം ആയിരിക്കും അല്ലേ. ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, അത് ആ ഒരു അതിൻ്റെ പാത ഉണ്ടാവില്ല. അതായത് ബേസ്, ആ ബേസ് എത്രയാണോ അത് തന്നെയായിരിക്കും അതിൻ്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾസ് ABC, ACD ആൻഡ് ADE. ABC എന്ന സൈഡും അതേപോലെ അതായത് ABC ഈ ഒരു ട്രയാങ്കിളും ACD എന്ന ട്രയാങ്കിളും ADE എന്ന ട്രയാങ്കിളും അതിൻ്റെ ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഏരിയ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇത് തമ്മിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ കംപ്ലീറ്റ് ഏരിയ എത്രയാണ്, ADEയുടെ ഏരിയ എന്ന് പറയുമ്പോൾ 160 വരുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് 160 വരുന്നത്. ഓക്കെ ആണല്ലോ, അത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഈ കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നുണ്ടല്ലോ, ABE എന്ന് പറയുന്നത്, ABE ഏരിയ ഓഫ് ABE എന്ന് പറയുന്നത് ഹാഫ് BH ആയിരിക്കും. ഇവിടെ നമുക്ക് ഹാഫ് ഇൻറ്റു ബി അഥവാ ബേസ് എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് ആണ് അല്ലേ. അതായത് 5 + 3 + 2 അതായത് എത്ര വരും, 10 വരും. സോ 10 ഇൻറ്റു H ആണ് എന്ത് പറയുന്നത്, ABE എന്ന് പറയുന്നത്, അഥവാ 160 എന്ന് പറയുന്നത് അല്ലേ. ഈ 160 എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു H ആണ്. അപ്പോൾ അവിടെയുള്ള H എന്താണ്, ഇതിനൊക്കെ ബാധകം തന്നെയായിരിക്കും. H ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 160 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത്രയും ഭാഗങ്ങളുടെ എല്ലാം 10 ആണ് ഇവിടെ ബേസ് വരുന്നത്. ഇനി ഈ 10ന് പകരം നമ്മൾ 2 ആണെങ്കിൽ എത്രയാണ് വരുന്നത്, എത്രയായിരിക്കും വരുന്നത്, 160 ഇൻറ്റു 2/10 എന്ന രീതിയിൽ വരും. അതായത് അതിന് മുമ്പ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ബേസ്, ഇതിൻ്റെ സൈഡ്സ് എത്രയാണോ അതേ റേഷ്യോ തന്നെ ആയിരിക്കട്ടെ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന റേഷ്യോ 2:3:5 ആണ്. ഇനി ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിളിൻ്റെ ABC എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം വരും. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയാണ്. വലിയ ട്രയാങ്കിൾ ആയിട്ടുള്ള ABEയുടെ ഏരിയ 160 ആയിരുന്നു. അതായത് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു H ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ചെറിയ ട്രയാങ്കിൾ ആണെങ്കിൽ എങ്ങനെ വരുന്നുണ്ടാവും, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് H കണ്ടുപിടിക്കാം കേട്ടോ. H എന്ന് പറയുന്നത് എന്തായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ഈ 160 ഇൻറ്റു 2/10. അപ്പോൾ എന്താ വരുന്നത്, 320/10 എന്ന് വരും. അതായത് 0 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ H ഈക്വൽ ടു 32 വരും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. 32 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഹൈറ്റ് 32 ആണെങ്കിൽ ഇവിടെ എന്താണ്, ABC ഏരിയ ഓഫ് ABC ഈക്വൽ ഹാഫ് ഇൻറ്റു ബേസ് വരുന്നത് 2 ആണ് അല്ലേ, 2 ഇൻറ്റു 32. അപ്പോൾ എന്ത് വരും, ഈ 32 രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 32 എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 32 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് നമുക്കിവിടെ ABCയുടെ ഏരിയ കിട്ടുന്നത്. ഇനി നമുക്കിതിനെ വേറൊരു രീതിയിൽ ചെയ്യാം, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ടോട്ടലി ഇത് തന്നിട്ടുള്ളത് 160 ആണ്. ഈ 160/2 160 എന്ന് പറയുന്നത് എന്താണ്, ബേസ് 10 ആയപ്പോൾ ഉള്ളതായിരുന്നു അല്ലേ. ബേസ് 10 ആയപ്പോൾ 160 ആയിരുന്നു. ഇനി 160 2/10 ആണെങ്കിൽ എങ്ങനെ വരും അല്ലേ. ഇത് കംപ്ലീറ്റ്ലി 10 ആയിരുന്നു. ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്, 2/10 ആണ്. അപ്പോൾ 160 ഇൻറ്റു 2/10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 320/10 എന്ന് വരും. ഇതേപോലെ തന്നെ അപ്പോൾ നമുക്ക് 32 കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. റേഷ്യോ അങ്ങനെ ആവും എന്നുള്ളത് കൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE എന്ന് പറയുമ്പോൾ ഇവിടെയും നമുക്ക് ഹൈറ്റ് നമുക്ക് എന്താക്കി എടുക്കാം, 32 ആക്കി എടുക്കാം. So ADE ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE is equal to 1/2 ഇൻറ്റു 5 ഇൻറ്റു 32 എന്ന് വരും. 5 ഇൻറ്റു 32. അപ്പോൾ എന്താ വരുന്നത്, 5 ഇൻറ്റു 32 എന്ന് പറയുമ്പോൾ 160 വരും അല്ലേ. 160/2 എന്ന് പറയുമ്പോൾ നമുക്ക് 80 എന്ന് കിട്ടും. ഓക്കെ, 80 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് മറ്റേ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. അതായത് അപ്പോൾ നമുക്ക് അവിടെ എന്ത് വരും, 160 ഇൻറ്റു ഈ ഭാഗം 5 ആണ്, ടോട്ടൽ ഭാഗം 10 ആണ്, 5/10. ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ അവിടെ കാണിക്കുന്നുള്ളൂ. ഓക്കെ,
അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ ഡി നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു.